ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വചനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. വചനം ധ്യാനിക്കുവാൻ, വചനം പഠിക്കുവാൻ. കാരണം വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നു. വചനം നമ്മെ ആത്മീയമായി ബലപ്പെടുത്തുന്നതാണ്. വചനം നമ്മെ ആത്മീയമായി വളർത്തുവാൻ പ്രചോദനം നൽകുന്നതാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പ്രാർത്ഥനയും വചനം പഠനവും വചന ധ്യാനവും ഏറ്റവും ആവശ്യം, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. പ്രാർത്ഥനയിൽ കൂടെയാണ് നാം ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് വചനത്തിൽ കൂടെയാണ്. നമ്മൾ വചനം പഠിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കും. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. വചനം പഠിക്കുക, വചനം ധ്യാനിക്കുക. നമുക്ക് പ്രകാരം അല്പസമയം വചനം പഠിക്കുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളെ അധിഷ്ഠിച്ചാണ്. ജനസിസ് ചാപ്റ്റർ 11 വേഴ്സസ് 1 to 9 പ്രകാരം നാം വായിക്കുന്നു. ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് സിനാർ ദേശത്ത് ഒരു സഭഭൂമി കണ്ട് അവിടെ കുടിയിരുന്നു. അവർ തമ്മിൽ വരുവിൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായുമായും ഉപയോഗിച്ചു. വരുവിൻ, നാം ഭൂതലത്തിലൊക്കെയും ചേറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക. നമുക്ക് ഒരു പേരുണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണവും ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനം ഒന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്തു തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്ന ഒന്നും അവർക്ക് അസാധ്യമാകയില്ല. വരുവിൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവിടെ ഭാഷ കലക്കിക്കളക എന്ന് അരുളി ചെയ്തു. അങ്ങനെ യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിഹ്നിച്ചു. അവർ പട്ടണം പണിയുന്നത് വിട്ടുകളഞ്ഞു. സർവ്വഭൂമിയിലേക്കും ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളകിയാൽ അതിന് ബാബേൽ എന്ന പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ചിതറിച്ചു കളഞ്ഞു. ജലപ്രളയത്തിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് നമ്മളിവിടെ വായിച്ചത്. നമുക്കറിയാം, ജലപ്രളയത്തിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ജലപ്രളയം നടന്നപ്പോൾ നോഹയും അവൻ്റെ കുടുംബവും മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. മറ്റെല്ലാ ജനങ്ങളും, എല്ലാ മനുഷ്യരും, ലോകത്തുള്ള സകല മനുഷ്യരും ആ ജലപ്രളയത്തിൽ പെട്ടുപോയി. ദൈവത്തിൻ്റെ ന്യായവിധിയിൽ എല്ലാവരും ചത്തൊടുങ്ങിപ്പോയി. പിന്നെ ഈ ജലപ്രളയം കഴിഞ്ഞ് നോഹയുടെ കുടുംബം, അതായത് ഷേം, ഹാം, യാഫെത്ത്, അവരിൽ കൂടെയാണ് തുടർന്നുള്ളതായ മനുഷ്യർ പെരുകുന്നത്, അല്ലെങ്കിൽ വംശങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ജലപ്രളയ സമയങ്ങളിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജലപ്രളയം ഉണ്ടായത്? നമുക്കറിയാം, ആ സമയങ്ങളിൽ നോഹയും കുടുംബവും അല്ലാതെ മറ്റെല്ലാ ജനങ്ങളും, മനുഷ്യരും ദൈവത്തിൽ നിന്ന് അകന്നുപോയി, ദുഷ്ടത പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ദൈവം ന്യായവിധി അല്ലെങ്കിൽ ആ ജലപ്രളയം അയച്ചത്. ഈ ഭാഗത്ത് നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനമാണ്, അല്ലെങ്കിൽ നോഹയുടെ വംശമാണ് അവിടെ ആ ഭാഗത്ത്, അല്ലെങ്കിൽ സീനാർ ദേശത്ത് വന്ന് പാർക്കുന്നവർ ഹാമിൻ്റെ വംശത്തിലുള്ളവരാണ്. എന്നാൽ ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ദൈവഹിതമനുസരിച്ച് ദൈവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ് അവിടെ ആ ഷിനാർ വന്നത് എന്ന് അവിടെ പ്രവൃത്തിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ഈ നോഹയുടെ അല്ലെങ്കിൽ നോഹയുടെ മക്കളുടെ വംശത്തെക്കുറിച്ചാണ്, പരമ്പരയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതിൽ നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് ദൈവാത്മാവ് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ 10-ാം അധ്യായത്തിൽ 8 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു. അവിടെ ഇപ്രകാരം വായിക്കുന്നുണ്ട്: കൂശ് നിമോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദി വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടുവീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടുവീരൻ എന്ന് പഴഞ്ചൊല്ലായി. നിമ്രോദിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ
സംഭവം നമ്മളിപ്പോൾ വായിച്ചതായ ബാബേൽ ഗോപുരം പണിയുന്നതായ ആ സംഭവം നടക്കുന്നത് ഈ നിമ്രോദിന്റെ കാലത്താണ്. അതായത് ഹാമിന്റെ പൗത്രൻ ക്രൂശിന്റെ മകൻ നിമ്രോദിന്റെ കാലത്താണ് ഈ നമ്മൾ വായിച്ചതായ സംഭവങ്ങൾ അല്ലെങ്കിൽ സംഭവങ്ങൾ നടക്കുന്നത്. ഇവിടെ നാം ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ 1-ാമത്തെ വാക്യത്തിൽ നയപ്രകാരം വായിക്കുന്നുണ്ട്, ഭൂമിയിലൊക്കെയും ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. അതായത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അത് മാത്രമല്ല ദൈവം അവർക്ക് ഭാഷ നൽകി, അവർക്ക് ചിന്തിക്കുവാനും അവർക്ക് സംസാരിക്കാനും ഒക്കെ ഉള്ള കഴിവ് നൽകി. ഭാഷ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരേ ഭാഷയാണ് സംസാരിച്ചുകൊണ്ട്. അതാണ് ഭൂമിയിലൊക്കെ എല്ലാവരും ഒരേ ഭാഷ ഒരേ വാക്കുമായിരുന്നു. ദ whole world had one language and a common speech. എല്ലാവരും ഒരേ ഭാഷയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, വ്യത്യസ്ത ഭാഷകളല്ല. അതായത് അമേരിക്കയിലുള്ളവരും ഇന്ത്യയിലുള്ളവരും അങ്ങ് ജപ്പാനിലുള്ളവരും എല്ലാവരും ഒരേ ഭാഷയാണ് സംസാരിച്ചത്. പക്ഷേ നമ്മളിപ്പോൾ വായിച്ച ഈ ഭാഗം ഉൽപ്പത്തി പുസ്തകം 11-1 മുതൽ 9 വാക്യങ്ങളിൽ നമ്മൾ അവസാനം കാണുന്നുണ്ട്, ദൈവം അവിടെ ഭാഷ കലക്കിക്കളഞ്ഞു. ഈ 10-ാം അധ്യായത്തിന്റെ വംശം ശേം, ഹാം, യാഫെത്ത്, അവിടെ വംശങ്ങളെക്കുറിച്ച് അവർ പറയുമ്പോൾ അവിടെ നാം ഇപ്രകാരം കാണുന്നുണ്ട്. ഓരോ വംശം പറയുമ്പോൾ അതിന്റെ അവസാനം ഇപ്രകാരം കാണുന്നു, അതത് ദേശങ്ങളിൽ ഭാഷയായും ജാതിയായും കുലങ്ങുമായും പിരിഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം 5-ാമത്തെ വാക്യം, 20-ാമത്തെ വാക്യം, 31-ാമത്തെ വാക്യം, ഇതൊക്കെ അവിടെ പറയുന്നു ഭാഷയായും ജാതി കുലമായും പിരിഞ്ഞു. അതായത് ആ സമയമായപ്പോഴപ്പം, അതായത് നിമ്രോദിന്റെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഇവരുടെ ഭാഷകൾ വ്യത്യസ്തമായി തീർന്നു. വ്യത്യാസമായി. അതുവരെയും അവരുടെ ഭാഷ ഒന്നായിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ ഭാഷകൾ വ്യത്യാസമായി. കാരണം ദൈവം അവരുടെ ഭാഷ കലക്കിക്കളഞ്ഞു. എന്താ കാര്യം? ദൈവത്തിന് ഹിതമില്ലാതെ പ്രവർത്തിച്ചതുകൊണ്ടാണ്. The people of Shinar has rebelled against the God with the leadership of Nimrod. God confused their language and scattered them from their place. അവരെ അവിടുന്ന് ഓടിച്ചു കളയുക. ഈ ഞാൻ പറഞ്ഞല്ലോ, നിമ്രോദിനെ കുറിച്ച് നമുക്ക് പിന്നീട് നമുക്ക് ചിന്തിക്കാം. ഇവിടെ നമ്മൾ ആ ഭാഗത്ത് വായിക്കുമ്പോൾ 11-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, എന്നാൽ അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത്. ഞാൻ പറയാൻ കാര്യം, പ്രത്യേകിച്ച് അവിടെ ദിവസം പറയുന്നു അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ശീനാർ ദേശത്തെത്തിയെന്നാണ്. ഈ കിഴക്കോട്ട് യാത്ര ചെയ്യുന്നതിന് ഒരു പ്രത്യേകത നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുന്നു. ഞാൻ ഒന്ന് സൂചിപ്പിച്ചിട്ട് നമുക്ക് നമ്മുടെ ഭാഗത്തേക്ക് വരാം. നമുക്കറിയാം, അതായത് ദൈവം ഏദൻ തോട്ടം ഉണ്ടാക്കി. അതെവിടാ? കിഴക്കാണ്. ഉൽപ്പത്തി പുസ്തകം 2:8 പ്രകാരം വായിക്കുന്നുണ്ട്, അനന്തരം യഹോവയായ ദൈവം കിഴക്ക് ഏദനിൽ ഒരു തോട്ടം ഉണ്ടാക്കി. നമുക്കറിയാം എന്തിനാ തോട്ടം ഉണ്ടാക്കിയത്. ദൈവം തൻ്റെ സാസ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന് തുണയായിട്ട് സ്ത്രീയെ നൽകി, അവരെ സന്തോഷമായിട്ട് കഴിയുന്നു. അവർ എന്തിനാണ്? ദൈവവുമായി കൂട്ടായ്മ ആചരിച്ച് സന്തോഷത്തോടെ കഴിയാനായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. പക്ഷേ നമുക്കറിയാം, ദൈവകൽപ്പന അവർ ലംഘിച്ചു. അങ്ങനെ ദൈവം അവരെ അവിടുന്ന് ഓടിച്ചു കളയാണ്, അവരെ പുറത്താക്കിയാണ്. ഈ തോട്ടത്തിൽ നിന്ന് അവരെ പുറത്താക്കുന്നു. അവരെങ്ങോട്ടാണ് പോകുന്നത്? കിഴക്കോട്ടാണ് അവർ പോകുന്നത്. എങ്ങനെ മനസ്സിലാകുന്നു? അവിടെ വായിക്കുന്നു, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വിഷത്തിങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയായി നിർത്തി. അപ്പോൾ ഇവരെ പുറത്താക്കി എന്നിട്ട് എന്ത് ചെയ്തു? ഏദന് കിഴക്ക് കെരൂബുകളെ
നിർത്തി. കാരണം അവർ പിന്നെയും ഈ തോട്ടത്തിലേക്ക് വരാൻ ഇടയാകരുത്. അവിടെ കിഴക്കാണ്. അതായത് അവര് ഈ ആദാമും ഹവ്വായും കിഴക്കോട്ടാണ് അവർ പോയത്. ഇനി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. മറ്റൊരു ഭാഗത്ത് കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്. അങ്ങനെ കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദെന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. ഇപ്പൊ ഇവിടെ ഒരു വ്യക്തി, അതായത് കയീൻ കിഴക്കോട്ട് യാത്ര ചെയ്ത് നോദ് ദേശത്ത് ചെന്ന് പാർക്കുന്നു. കാരണം എന്താണ്? നമുക്കറിയാം, കയീൻ തൻ്റെ സഹോദരൻ ഹാബേലിനെ കൊന്നു. അത് കഴിഞ്ഞ് ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഒളിച്ചോടുന്ന എങ്ങോട്ടാണ്? കിഴക്കോട്ട്, ഏതെങ്കിലും കിഴക്ക് ഓടി നോദ് ദേശത്ത് ചെന്ന് പാർക്കുന്നു. ഇവിടെ എല്ലാം നാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇവരെല്ലാം എന്താ ചെയ്യുന്നത്? ദൈവത്തിൽ നിന്ന് അവർ ഓടി ഒളിക്കുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോവുകയാണ്. So those who sin against God or run away from the presence of God always move eastward direction. ഇവിടെ നാം കാണുന്ന അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് സീനാദേശത്തെത്തുന്നു. അതായത് ദൈവത്തിൽ നിന്ന് അകന്നു പോയെന്നവരൊക്കെ ഈ കിഴക്കോട്ട് യാത്ര ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്ന് കിഴക്കോട്ട് യാത്ര ചെയ്യുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നു പോയി എന്നുള്ള രീതിയിലല്ല. ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം കാണുമ്പോൾ ഇവരെല്ലാം കിഴക്കോട്ട് യാത്ര ചെയ്യുന്നു. എങ്ങനെയുള്ളവരാ? ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോവുകയാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ, ദൈവഹിതമില്ലാതെ പ്രവർത്തിക്കുന്നവർക്ക് ഒരു സിമ്പലായിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് സീനാദേശത്ത് എത്തി. ഈ ഹാമിന്റെ മക്കൾ അവരെ അവിടെ കുടിയിരിക്കുകയാണ്. സീനാദേശത്ത് വന്ന് അവിടെ താമസിക്കുന്നു. ഒന്നിച്ച് താമസിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ഒന്നിച്ചുകൂടി അവിടെ താമസിക്കുന്നു. മാത്രമല്ല, അവർ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിമ്രോദിന്റെ കാലത്താണ്. ഈ നിമ്രോദാണ് ഈ ഷീനാർ ദേശം പണിതത്. അത് മാത്രമല്ല, നിമ്രോദ് ആ ദേശത്തിന്റെ രാജാവായി തീർന്നു. നിമ്രോദിനെ അതായത് നോഹയുടെ കാലത്ത്, അല്ലെങ്കിൽ നോഹ കഴിഞ്ഞ് ഏതാണ്ട് 4 തലമുറ ശേഷമാണ് ഈ നിമ്രോദിന്റെ കാലഘട്ടം ഉണ്ടാകുന്നത്. അപ്പം നിമ്രോദിനെ കുറിച്ച് അവിടെ പറയുന്നത് എന്താണ്? 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത് നമുക്കറിയാം, അവൻ ഭൂമിയിൽ ആദി വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടി വീരനായിരുന്നു. അവൻ ശക്തനായ ഒരു മനുഷ്യനാണ്, വീരനാണ്. അവൻ ആദി വീരനായിരുന്നു എന്നാണ് പറയുന്നത്. യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു. ഈ യഹോവയുടെ മുമ്പാകെ നായാട്ട് വീരെന്ന് പറയുമ്പോൾ അതായത് ദൈവത്തിന് ഹിതമുള്ള ഒരു വ്യക്തിയായിരുന്നു. അല്ലെങ്കിൽ അവൻ ഈ നിമ്രോദ് ദൈവത്തോട് ചേർന്ന് നടന്നു എന്നുള്ള രീതിയിലല്ല, ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു നിമ്രോദ്. അവിടെ ഈ നിമ്രോദ് വാസ് എ മൈറ്റി ഹണ്ടർ ബിഫോർ ദ ലോർഡ്. അതിന്റെ ഹീബ്രു മീനിങ് എന്ന് പറയുന്നത് എഗനിസ്റ്റ് ദ ലോർഡ് എന്നാണ്. എഗനിസ്റ്റ് ദ ലോർഡ്, ദൈവത്തിനെതിരായിട്ട് നിന്നതായ, ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിച്ചതായ ഒരു വ്യക്തിയായിരുന്നു നിമ്രോദ്. മാത്രമല്ല, ജോസഫസ് എന്ന വേദപണ്ഡിതൻ പറയുന്നത് നിമ്രോദ് ശക്തനായ ഒരു ഭരണാധികാരി ആയിരുന്നു എന്ന് മാത്രമല്ല, അവൻ ക്രൂരനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതായത് ദൈവത്തിന് എതിരായിട്ട് പ്രവർത്തിച്ച ഒരു വ്യക്തി. മാത്രമല്ല, തൻ്റെ ജനത്തെ, ആ സീനാദേശത്തിലുള്ളവരെ ദൈവത്തിന് എതിരായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന് എതിരായിട്ട് നിൽക്കുവാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ദൈവത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് അവിടെ കാണുന്നത്. ഈ ബാബേൽ ഗോപുരം പണിയുന്നത്, അതായത് ആകാശത്തെത്തുന്നവരെയുള്ള, അല്ലെങ്കിൽ അത്രമാത്രം വലിയ ഒരു ഗോപുരം പണിയുകയാണ്. ആ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടല്ല പണിയുന്നത്, ദൈവത്തിന് ഹിതമില്ലാതെ അവർ ചെയ്യുകയാണ്. നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ദൈവം അവിടെ ഭാഷ കലക്കിയത്? ദൈവത്തിനെതിരായി തീർന്നു. എന്നാൽ
ചില ഘടകങ്ങൾ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ ജീവിതവുമായിട്ട് അതിനെ ഒന്ന് തട്ടിച്ചു നോക്കുക. അത് മാത്രമേ ഉള്ളൂ, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്, ദ പീപ്പിൾ ഫോർഗെറ്റ് ദ വൺ ട്രൂ ഗോഡ്. സത്യദൈവത്തെ അവർ മറന്നു കളഞ്ഞു. അവർ ബാബയും ഗോപുരമൊക്കെ പണിയുന്നു, അവരെ അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പക്ഷേ തങ്ങളെ നടത്തിയതായ, അതായത് ഈ തങ്ങളുടെ പൂർവ്വന്മാർ, തങ്ങളുടെ വല്യപ്പച്ചനായ നോഹയെ അവരുടെ കുടുംബത്തെയും ഈ വലിയ ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതായ ജീവുള്ള ദൈവത്തെ അവർ മറന്നുകളഞ്ഞു. മറന്നുകളഞ്ഞ മാത്രമല്ല, അവർ ദൈവത്തോടുള്ള ഭയവും ഭക്തിയും എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ദൈവത്തിൽ നിന്ന് അവർ അകന്നു പോയി. ഈ നോഹയുടെ കാലത്തും സംഭവിച്ചു ഇത് തന്നെയാണ്. നോഹയുടെ കാലത്തുള്ള ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ദുഷ്ടത പ്രവർത്തിച്ചു. അതുകൊണ്ടാണ് ദൈവം അവരെ ജലപ്രളയത്തിൽ നശിപ്പിച്ചത്. ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ആദാമിന്റെ മൂന്നാമത്തെ പുത്രൻ, അതായത് ശേമിന്റെ ആ വംശമാണ് നമുക്ക് പിന്നീട് കാണുന്നത്. നോഹയൊക്കെ ഈ ഷേമിന്റെ വംശത്തിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കുമ്പോൾ ഈ ഷേമിന്റെ മക്കളാണ് ആദ്യമായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന അല്ലെങ്കിൽ ആരാധന ആരംഭിക്കുന്നു. നമുക്കത് ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ്. ആരാധന ആരംഭിക്കുന്നത് എപ്പോഴാണ്? ഈ ഷേത്തിന്റെ മക്കളുടെ കാലത്താണ്. അവർ ദൈവത്തെ ഭയപ്പെട്ടു, ദൈവഹിതമനുസരിച്ച് ജീവിച്ചു, ദൈവത്തെ ആരാധിച്ച് ജീവിച്ചതായ ഒരു വംശം. എന്നാൽ പിന്നെ നാം കാണുന്നുണ്ട്, ദൈവത്തോട് കൂടെ നടക്കുന്നവരുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. പക്ഷേ ഈ നോഹയുടെ കാലം എത്തിയപ്പോൾ, അതായത് ആദാമ് കഴിഞ്ഞ് ഏതാണ്ട് 10 തലമുറയാണ്, അല്ലെങ്കിൽ 9 തലമുറ കഴിഞ്ഞ് 10ാമത്തെ തലമുറയാണ് ഈ നോഹയുടെ കാലഘട്ടം എന്ന് പറയാം. 10ാമത്തെ തലമുറയാണ്. പക്ഷെ ആ സമയം വന്നപ്പോൾ തങ്ങളെ നടത്തിയതായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. ആദ്യ തലമുറ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തോട് ചേർന്ന് നടക്കുന്നു, ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നു. പക്ഷെ ആ 10ാം തലമുറ വന്നപ്പോൾ ആ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ദുഷ്ടത പ്രവർത്തിച്ചു. ഇതുപോലെ തന്നെയാണ് ഈ നിമ്രോദിന്റെ കാലത്തും സംഭവിച്ചത്. ജലപ്രളയത്തിൽ തങ്ങളെ രക്ഷപ്പെടുത്തി, തങ്ങളുടെ പൂർവ്വന്മാരെ രക്ഷപ്പെടുത്തിയതായ ദൈവത്തെ, അല്ലെങ്കിൽ ഇതുവരെ നടത്തിയതായ ദൈവത്തെ അവർ മറന്നു കളഞ്ഞു. ദൈവഭയമില്ലാത്തവരായി തീർന്നു. ഭക്തി മാർഗത്തിൽ നിന്ന് അവർ മാറിപ്പോയി. അവരുടേതായ ജീവിതം അവർ നയിക്കുക. പ്രിയമുള്ളവർ, ഞാൻ പറയാൻ കാര്യം ഇന്നത്തെ കാലഘട്ടത്തിലും ഇതുപോലുള്ള സംഭവങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ തലമുറ ദൈവത്തോട് കൂടെ നടന്നവരാണ്. തീഷ്ണതയോടെ ദൈവസേനയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിച്ചവരാണ്. അവർക്ക് സാമ്പത്തികമായി വലിയ ഉന്നമനമൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ പോലും അവർ ദൈവത്തെ അറിഞ്ഞ് ജീവിച്ചു. ദൈവത്തെ ഭയപ്പെട്ട് ദൈവഹിതമനുസരിച്ച് ജീവിച്ചു. അതുകൊണ്ട് എന്തായി? അവിടുത്തെ തലമുറയെ ദൈവം അനുഗ്രഹിച്ചു. അടുത്ത തലമുറ അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. സാമ്പത്തികമായി കുറച്ചുകൂടെ അവർക്ക് ഉന്നതമായി ഉയരുവാൻ സാധിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ടായി, അവർ ദൈവത്തോട് പഴയ തലമുറയിലുള്ള ആ തീഷ്ണത അത്രയുമില്ല. അല്പം പുറകോട്ട്, ദൈവത്തിൽ നിന്ന് അല്പം പുറകോട്ട് നിൽക്കുകയാണ്. അതായത് അവർ ദൈവാലയത്തിൽ പോയി ആരാധിക്കുന്നുണ്ട്, കൂട്ടായ്മയൊക്കെ ആചരിക്കുന്നുണ്ട്. പക്ഷെ പണ്ടത്തെ ആ പഴയ തലമുറയുടെ അത്ര തീവ്രത അവർക്കില്ല. പക്ഷെ എങ്കിലും ദൈവം അവരെ അനുഗ്രഹിച്ചു. അവരുടെ അടുത്ത തലമുറ ദൈവം, അവരുടെ മക്കളെ ദൈവം അനുഗ്രഹിച്ചു. അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിച്ചു. അവര് പല സ്ഥലങ്ങളിലും വിദേശത്തൊക്കെ പോയി സാമ്പത്തികമായി കുറച്ചുകൂടെ ഭദ്രതയുള്ളതായി തീർന്നു. പക്ഷെ പിന്നത്തെ തലമുറ, 3ാമത്തെ തലമുറ കുറച്ചുകൂടെ ദൈവത്തിൽ നിന്ന് അവർ അകലുകയാണ്. സമയമുണ്ടെങ്കിൽ പള്ളിയിൽ പോകാം, അച്ഛനുണ്ടെങ്കിൽ
പള്ളിയിൽ പോകാം, അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് സമയമുണ്ടെങ്കിൽ പോകാം എന്നുള്ള നിലയിലേക്ക് അവർ വന്നു. എന്നാൽ അവിടെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിലെ ജ്ഞാനം എന്തെല്ലാം ജ്ഞാനം നൽകാമോ അതെല്ലാം അവർക്ക് നൽകുന്നു. പക്ഷേ യഥാർത്ഥത്തിലുള്ള ദൈവത്തെ അവർക്ക് നൽകുവാൻ പലപ്പോഴും സാധിക്കാതെ വരുന്നു. ലോകജ്ഞാനം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ദൈവിക ജ്ഞാനം നൽകുവാനായിട്ട് പലപ്പോഴും അവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ദൈവത്തെ അറിയാത്ത ഒരു തലമുറയാണ് ഇനിയും വരാൻ പോകുന്നത്. ദൈവത്തെ അറിയാത്ത തലമുറ. ദൈവത്തെ അറിയാത്ത തലമുറ എന്ന് പറയുമ്പോൾ അവർക്ക് ഈ ദൈവാലയത്തിൽ വരാനൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് ഇങ്ങനെയുള്ളതായ ഭക്തി മാർഗത്തിൽ വലിയ കാര്യമൊന്നുമില്ല. അതിനേക്കാൾ അപ്പുറമായി അവർക്ക് what is their desire? Only to enjoy with their friends. They want to enjoy the worldly pleasures. ലോകത്തിന് സന്തോഷം അനുഭവിക്കുക, കൂട്ടുകാരുമായിട്ട് ചേർന്ന് ആടുക, പാടുക. അതിനേക്കാൾ അപ്പുറമായി അവർ ആഗ്രഹിക്കുന്നില്ല. പള്ളി വരണമെന്ന് വലിയ താല്പര്യമില്ല. പിന്നെ മാതാപിതാക്കൾ നിർബന്ധിക്കുമ്പോൾ ചിലപ്പോൾ വന്നെന്നിരിക്കും. ദൈവത്തെ അറിയാത്തൊരു തലമുറയാണ് ഇനി വരാൻ പോകുന്നത് എന്ന് വളരെ ഭാരത്തോടെ നമ്മൾ ചിന്തിക്കണം. അതൊരിക്കലും ഉണ്ടാകരുത്. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. വളരെ കണ്ണീരോടെ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. നമ്മൾ ദൈവത്തെ അവർക്ക് നൽകിയില്ല എങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തെ അറിയാത്തൊരു തലമുറയായി അടുത്ത തലമുറയൊക്കെ വന്നു പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയാകരുത്. ഏറ്റവും ആവശ്യമായിരിക്കുന്നത് നമ്മൾ കണ്ണീരോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ പൂർവ്വന്മാർ രാത്രികാലങ്ങളിൽ കണ്ണീരോടെ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നമുക്ക് ഇപ്രകാരം ഇത്രത്തോളം അനുഗ്രഹമായിട്ട് നിൽക്കുവാൻ സാധിച്ചത്. എന്നാൽ അടുത്ത തലമുറ അതുപോലെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ണീരോടെ പ്രാർത്ഥിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ഇന്ന് പ്രാർത്ഥനയൊക്കെ വളരെ കുറഞ്ഞു. ഇന്ന് ഭവനങ്ങളിൽ എത്രമാത്രം പ്രാർത്ഥനയുണ്ട്. ഈ ഫാമിലി പ്രേയേഴ്സ്, കുടുംബ പ്രാർത്ഥനകൾ എത്ര ഭവനങ്ങളിലുണ്ട്. പലപ്പോഴും തിരക്ക് മൂലം ഓടി നടക്കുകയാണ്, ബിസി ഷെഡ്യൂൾഡാണ്. അതുകൊണ്ട് പലപ്പോഴും ഒന്നിച്ചിരുന്ന് അപ്പനും അമ്മയും മക്കളും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇന്ന് അനേക ഭവനങ്ങൾ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. അനേകരെ പ്രാർത്ഥിക്കാൻ, കുഞ്ഞുങ്ങൾക്ക് എൻ്റെ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. എല്ലായിടത്തും പ്രാർത്ഥനകൾ കുറഞ്ഞു. ഇന്ന് സഭകളിൽ പ്രാർത്ഥന കുറഞ്ഞു. പണ്ടൊക്കെ എത്രയോ മണിക്കൂറുകൾ ഇരുന്ന് ദൈവാലയത്തിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് എത്ര ഒരു ചടങ്ങ് പോലെ എല്ലാം നടത്തുന്നു. അതിൻ്റെ അപ്പുറമായിട്ടൊന്നും. അതുകൊണ്ടുള്ളതായ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ നമ്മുടെ ചുറ്റും കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്കറിയാം, ഞാൻ പറഞ്ഞല്ലോ, നോഹയുടെ കാലത്ത് ആ തലമുറ ദൈവത്തെ മറന്നു. നിമ്രോദിന്റെ കാലത്ത് തലമുറ ദൈവത്തെ മറന്നു. അതുപോലെ ഈ കാലഘട്ടമാകരുത്. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, യേശു പറഞ്ഞു, നോഹയുടെ പോലുള്ള കാലഘട്ടം ഉണ്ടാകും. പ്രിയമുള്ളവരെ, വളരെ 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 ദൈവസന്നിധിയിൽ താണിരിക്കേണ്ട, പ്രാർത്ഥിക്കേണ്ട ഒരു കാലഘട്ടം. അത് അപ്രകാരം കണ്ണീരോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. യാതൊരു സംശയമില്ല. ആത്മീയമായും ഭൗതികമായും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് വളരെ സീരിയസായി നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കട്ടെ.